ഇന്നത്തെ വീഡിയോയിൽ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി ആയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ രാവിലെ തന്നെ അപ്പനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീൻ ആദ്യം വെട്ടാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മീൻ വെട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ കരിമീനായിരുന്നു കേട്ടോ വാങ്ങിച്ച് വെച്ചാൽ. കണ്ടില്ലേ, അത്യാവശ്യം ഒരുപാട് വലിയ കരിമീനൊന്നുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല, അത്യാവശ്യം ഇടത്തരം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാര്യമൊന്നുമല്ല, ഞാൻ തന്നെ കുറച്ച് മുന്നേ പിണങ്ങിയത് കൊണ്ടാണ്. അവന് കൊടുത്ത ഫുഡിൽ അവൻ കൊണ്ട് വെള്ളം കോരി വെച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം കേട്ടിട്ട് ഞാൻ നല്ല വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിന് കരച്ചിലായിട്ട് പിന്നെ എൻ്റെ പുറകെ നടക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തന്നെ സമാധാനപ്പെടുത്തിയപ്പോഴേക്കും ആളുടെ കരച്ചിലൊക്കെ കുറച്ച് മാറിയായിരുന്നു. അപ്പോൾ മീനിൻ്റെ ആദ്യം തന്നെ മുള്ളൊക്കെ എല്ലാം വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ചെത്തി എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കല്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തേച്ച് ഉരച്ച് കഴുകിയൊക്കെ എടുക്കണ്ടേ. എനിക്ക് തേച്ച് ഉരച്ചെടുക്കാനായിട്ട് നല്ല മടിയാണ്. പിന്നെ അത് മാത്രമല്ല, ആ സമയത്തൊക്കെ അവിടെ കല്ലിൻ്റെ അവിടെ പെട്ടത് രാവിലെ തന്നെ വെയിലൊക്കെ വരും. അപ്പം ചെത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം കത്തിക്ക് ഓൾറെഡി മൂർച്ചയൊക്കെ തേച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തേച്ചെടുത്തപ്പോഴേക്കും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇവിടേക്ക് ഇച്ചിരിയൊക്കെ പോയി, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എല്ലാം ഒരു പ്ലേറ്റിൽ തന്നെ എല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ചു. ഇതാകുമ്പോൾ നമുക്ക് കാണാൻ ഒരു രസമുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് വേഗം അങ്ങോട്ട് ചട്ടിയിലോട്ട് ഇടുകയും ചെയ്യാമല്ലോ. നേരത്തെ ഞാൻ അങ്ങനെ ഒന്നല്ല, ഓരോന്നും ഓരോരോ പാത്രത്തിലായിരിക്കും, അല്ലെങ്കിൽ ചില നേരം കട്ട് ചെയ്ത ബോഡി തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണല്ലോ ഒന്ന്. അങ്ങനെ മീനിൻ്റെ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു, എല്ലാം അരിഞ്ഞും പിടിച്ചൊക്കെ കഴിഞ്ഞ് തിളപ്പിക്കാനും തുടങ്ങി. തിളപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചത് കേട്ടോ, കറി വെക്കണ്ടെന്ന് വിചാരിച്ചു. കരിമീൻ ഇവിടെ വാങ്ങിച്ചാൽ എപ്പോഴും തിളപ്പിക്കണത് തന്നെ ചെയ്യാറ്. പിന്നെ ചേട്ടക്കൊക്കെ തിളപ്പിക്കണതിനോടും വലിയ താല്പര്യമില്ല. ചേട്ടക്ക് എന്തോ കരിമീനോട് തന്നെ വലിയ താല്പര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടക്കും അതിനും വേണ്ടിയിട്ടുള്ള ചെറിയ 2 കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞ് ഉപ്പുമുളകൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയുള്ള എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ചു. പൊടിയൊക്കെ എല്ലാം ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്നും തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീനും കൂടെ അങ്ങോട്ട് നല്ലോണം ഇത് തിളക്കാൻ വേണ്ടി നല്ലോണം അങ്ങോട്ട് ചുറ്റിച്ച് വെച്ചു. ആ ചുറ്റിക്കൽ കണ്ടപ്പോഴേക്കും ദൈവമേ, ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ ദൈവമേ, ഇതിൻ്റെ ഇടയിൽ വല്ല പീസമെല്ലാം താഴ്ത്തിട്ട് പോയോ. ഇതിപ്പോൾ വീഡിയോയിൽ നല്ല സ്പീഡായതുകൊണ്ട് ചുറ്റിക്കലിന് ഭയങ്കര ഒരു സ്പീഡ് പോലെ തോന്നി. പക്ഷേ ശരിക്കും ചുറ്റിച്ചപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതങ്ങോട്ട് മൂടി വെച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മീനൊക്കെ എല്ലാം നല്ലോണം തിളച്ച് കരിമീനാവുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കറി റെഡിയാവുകയും ചെയ്തു. കറി റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിൻ്റെ വെളിയും വന്നു തുടങ്ങി. അങ്ങനെ ചോറും കരിമീൻ്റെ ഒരു തലക്കഷ്ണം കൂട്ടി ഉച്ചക്കത്തേക്കുള്ള ചോറും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.